ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. 1930 ഓത്തുപള്ളിക്കൂടമായി സ്ഥാപിതമാകുകയും പിന്നീട് മുത്തൂർ, ഏഴൂർ, തൃക്കണ്ടിയൂർ പ്രദേശത്തെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്ന മുസ്ലിം ലോവർ പ്രൈമറി വിദ്യാലയമായി ഉയർത്തപ്പെടുകയും ചെയ്ത മുത്തൂർ ഹിൽസ് AMLP സ്കൂൾ അതിന്റെ 95ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി 5-4-2025 ശനിയാഴ്ച മെഡിക്കൽ ക്യാമ്പ്, ഞായറാഴ്ച ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ രാജേന്ദ്രൻ മാസ്റ്ററുടെ യാത്രയയപ്പ് സമ്മേളനവും നടക്കുകയാണ്. ശനിയാഴ്ച നടന്ന മെഡിക്കൽ ക്യാമ്പിൽ അഹല്യ കണ്ണാശുപത്രിയും തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും ചേർന്നാണ് വൈദ്യപരിശോധനാ ക്യാമ്പ് നടത്തിയത്. രാവിലെ മുതൽ തന്നെ വളരെ വലിയ തിരക്കാണ് ക്യാമ്പിൽ അനുഭവപ്പെട്ടത്. മുത്തൂരിലെ ജനങ്ങൾ ഈ പൊതുവിദ്യാലയത്തെ ഇന്നും നെഞ്ചിലേറ്റി നടക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ക്യാമ്പിന്റെ വിജയം. ഈ ക്യാമ്പിന് പ്രധാന അധ്യാപിക ഷബീന ടീച്ചറും സഹ അധ്യാപകരും PTA പ്രസിഡന്റ് ഷാഹിദ്, സഹപ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ചേർന്ന് നേതൃത്വം നൽകി. അക്ഷരമാധുര്യം പകർന്നു നൽകിയ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് മുത്തൂർ ഹിൽസ് AMLP സ്കൂൾ. ഈ നാട്ടിൻ്റെ ഒരു സ്വത്ത് എന്ന നിലയിൽ തന്നെ ഒരു പൊതുവിദ്യാലയം എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂൾ ഏകദേശം 95 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ 95ാം വാർഷികവും അതോടൊപ്പം ഈ വിദ്യാലയത്തിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച പ്രിയപ്പെട്ട പ്രധാന അധ്യാപകൻ ശ്രീ രാജേന്ദ്രൻ സാറിനുള്ള യാത്രയയപ്പ് സമ്മേളനവും കൂടെ ഈ ഏപ്രിൽ 5-6 തീയതികളിലായിട്ട് സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ശനിയാഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടക്കുന്നു. തൊട്ടടുത്ത ഞായറാഴ്ച രാവിലെ കുട്ടികളുടെ കലാപരിപാടികളും അതിനുശേഷം വൈകിട്ട് യാത്രയയപ്പ്, പ്രധാന അധ്യാപകൻ രാജേന്ദ്ര സാറിനുള്ള യാത്രയയപ്പോടു കൂടിയാണ് ഈ പരിപാടി സമാപിക്കുന്നത്. പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു സ്കൂൾ എന്ന നിലയിൽ 1930 ഓത്തുപള്ളി മാറി വിദ്യാലയമായി തുടങ്ങിയ സ്കൂള് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നു പോവുകയാണ്. LSS പോലത്തെ മത്സര പരീക്ഷകളെല്ലാം നല്ല വിജയം കൈവരിക്കാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിലും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവിടെ PTA-യും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി സംഘടന അടക്കമുള്ള ഈ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. 1930 സ്ഥാപിതമായ സ്കൂളിൻ്റെ 95ാം വാർഷികാഘോഷവും രാജേന്ദ്ര മാഷിനുള്ള യാത്രയയപ്പ് സമ്മേളനവുമാണ് ഈ ഏപ്രിൽ 5-6 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട്, ഏകദേശം 95 വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ഒരുവിധം എല്ലാ പൊതുജനങ്ങളായിട്ടുള്ള ആളുകളും ഈ വിദ്യാലയത്തിൽ അധികം പഠിച്ചു പോയിട്ടുള്ളവരാണ്. പക്ഷേ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 75ാം വാർഷികവും സലാം മാഷിൻ്റെ റിട്ടയർമെൻറ്റും എല്ലാം വളരെ സമുചിതമായിട്ട് തന്നെ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ഇവിടെ നടത്തിയിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ഈ വാർഷികത്തോടനുബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു OSA ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് ഭാഗമായിട്ട് OSA ഉണ്ടാകുമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും OSAയുടെ നമ്മുടെ ഇവിടെ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യവും സഹകരണവും വേണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സമാപന സംഗമത്തിൽ തിരൂരിൻ്റെ MLA ആണ് കുറുക്കോളി മൊയ്തീനാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്, യാത്രയയപ്പ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ തിരൂരിൻ്റെ ചെയർപേഴ്സൺ നസീമ മാഡം, അതേപോലെ തന്നെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുസലാം മാസ്റ്റർ, അതുപോലെ മറ്റു വിശിഷ്ട വ്യക്തികൾ ഈ ഒരു നാളെ നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ നല്ല സമുചിതമായിട്ടാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൻ്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറഞ്ഞ സമയത്ത് തന്നെ മുത്തൂരിലെയും ഏഴൂരിലെയും തൃക്കണ്ടിയൂരിലെയും ഒക്കെ പൊതുജനങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു. മുത്തൂർ തേഞ്ചേരി അബ്ദു മാസ്റ്റർ എന്നവർ സ്ഥലം കൊടുത്ത് സ്ഥാപിതമായ ഈ 1930 മുതൽ ഈ 95 വർഷക്കാലം നമ്മുടെ ഈ സ്കൂളിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മളിവിടെ ഈ 4 വർഷം പഠിച്ച മക്കൾ ഏത് സ്കൂളിൽ പോയാലും അവർക്ക് നല്ലൊരു സീറ്റ് കിട്ടാൻ, നല്ലൊരു അറിവ് കിട്ടാൻ, ഇംഗ്ലീഷായാലും അറബായാലും കണക്കായാലും അവർ അതിൽ ഉയർന്ന് നിൽക്കണ ഒരു
പാരമ്പര്യമാണ് നമ്മൾക്ക് ഇവിടെ ഇന്ന് വരെ കിട്ടിയിട്ടുള്ളത്. തുടർന്നും LSSൻ്റെ കാര്യമായാലും എൻ്റെ പേരക്കുട്ടികളും എല്ലാവരും ഞാനിവിടെ പഠിച്ചു, എൻ്റെ മക്കൾ പഠിച്ചു, എൻ്റെ പേരമക്കൾ പഠിച്ചു, ഇനിയും പഠിക്കാൻ ആൾക്കാരിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു സ്ഥാപിതമായ ഈ മുത്തൂർ AMLP സ്കൂളിന് എല്ലാ കാരുണ്യവും ഉണ്ടാകട്ടെ എന്നുകൂടി. AMLP സ്കൂളിലെ 95ാം വാർഷികാഘോഷവും ഒപ്പം 35 വർഷത്തോളം അധ്യാപകനും 7 വർഷക്കാലം പ്രധാന അധ്യാപകനുമായ ശ്രീ രാജേന്ദ്ര മാഷിനുള്ള യാത്രയപ്പ് സമ്മേളനമാണ്. 100ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മളെ വിദ്യാലയം, പൊതുവിദ്യാലയം, അതിലേക്ക് എല്ലാ കുട്ടികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പൊതുവിദ്യാലയത്തിലേക്ക് എത്തി തങ്ങളുടെ കുട്ടികളുടെ എല്ലാ സർഗശേഷികളും വളർത്തിയെടുക്കുകയാണ് ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇവിടെ നിന്ന് പഠിച്ച് മുന്നോട്ട് പോയ പൂർവ്വ വിദ്യാർത്ഥികൾ, അതിനുവേണ്ടി നമ്മളോട് സഹകരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ ഒരു അവസരത്തിൽ വിദ്യാലയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 95ാം വാർഷിക ആഘോഷവേളയിൽ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരും. നമ്മളുടെ മോണ്ടിസോറി 1 ഇയർ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലർക്കും അറിയില്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പരമാവധി നല്ല ലെവലിലായിട്ടാണ് കൊണ്ടെടുക്കുന്നത്. പുത്തൂർ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ പുരോഗതിയിൽ മുഖ്യമായ ഒരു പങ്ക് വഹിച്ച വിദ്യാലയമായിരുന്നു നമ്മുടെ. ഇന്നും നമ്മൾ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റ് സമീപകാലത്ത് ഉയർന്നു വന്ന വിദ്യാലയങ്ങളുടെ കെട്ടും മട്ടും എല്ലാം ആകർഷിതരായി ഇന്ന് അങ്ങോട്ടുള്ള ഒരു ഒഴുക്കാണ്. പക്ഷേ നമ്മുടെ വിദ്യാലയത്തിൻ്റെ തുടങ്ങിയത് മുതൽ ഇതുവരെയും നമ്മുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെട്ടു വരികയാണ്. അപ്പോൾ മറ്റ് നിലവാരങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാദമിക കാര്യങ്ങളോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ നമ്മൾ പുതിയ PTA-യുടെയും മാനേജിൻ്റെയും കൂട്ടായ പരിശ്രമത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ തുടങ്ങിക്കഴിഞ്ഞു. ഭാവിയിൽ തന്നെ നമുക്ക് മികച്ച ഒരു കെട്ടിടം ഉണ്ടാക്കണം എന്നാണ്. അങ്ങനെ അക്കാദമികവും ഭൗതികവുമായി ഈ വിദ്യാലയത്തെ മികവിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ കൂട്ടായ ശ്രമം. അതിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണം. നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാലയത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നാട്ടുകാരായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ. മീഡിയ ന്യൂസ്, തിരൂർ.